ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളായിട്ട് ഞാൻ പങ്കുവെക്കാൻ പോകുന്ന ഒരു ഐഡിയ എന്നു വെച്ചാൽ, ഞാൻ തപ്പി ഈ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞ ഡിവൈസൊക്കെ നമുക്ക് ഓൺലൈനിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐഡിയ ഞാൻ ചുമ്മാ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. നമുക്ക് നമ്മുടെ മൊബൈലിൽ തന്നെ നമ്മളിപ്പം മറ്റൊരു ഭാഷ, ഇപ്പോൾ ഇംഗ്ലീഷ് തന്നെ ഒരു പരിജ്ഞാനമില്ല ആൾ, നമ്മൾ ഇംഗ്ലീഷ് കേൾക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അതേ സമയത്ത് കേൾക്കുന്നത് മലയാളത്തിലേക്ക് നമുക്ക് ട്രാൻസ്ലേഷൻ വരികയും വേണം. നമ്മൾ മലയാളത്തിൽ പറയുന്ന സംഭവം നമുക്കത് ഇംഗ്ലീഷിൽ ആയിട്ട് തന്നെ അത് ഒരേ സമയത്ത് പോവുകയും വേണം. അപ്പോൾ ഇത്രയും ടെക്നോളജിയൊക്കെ നമുക്കിപ്പം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ട്രാൻസ്ലേഷൻ കേട്ട് പിന്നീട് നമ്മളത് ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരു കാലതാമസം വരുന്നുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ഈ സിഗ്നൽസിൻ്റെ ഒരു സംഭവമാണല്ലോ ഇവിടെ നിന്ന് നടക്കുന്നത്. ഇപ്പം ആ ലോഗിനെ ഡിജിറ്റലാക്കുന്നു എന്നൊരു സംഭവമാണ്. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് ഓരോ സ്റ്റേഷനിലേക്ക് കൺവേർട്ട് ചെയ്ത് അങ്ങനെയാണ് നമുക്ക് ഈ സിഗ്നലിൽ ഇങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒരു മൊബൈൽ ഫോണിലൊക്കെ നമുക്കൊരു എഐയുടെ ഒരു സംവിധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കേൾക്കുമ്പോൾ നമുക്കത് ഒരാൾ പറയുമ്പം അതേ സമയത്ത് നമ്മൾ കേൾക്കുകയും നമ്മൾ അതേ ലാംഗ്വേജ് തന്നെ കേൾക്കുന്ന ഭാഷ, അതായത് നമുക്കറിയാവുന്ന ഭാഷ നമ്മൾ സംസാരിക്കുമ്പം അതേ സൈമിൾട്ടേനിയസ്ലി ആ സംഭവം തന്നെ സെയിം ആയിട്ട് അവർക്ക് അതേ ഭാഷയിൽ കേൾക്കണം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇപ്പം ഈ സ്പീക്കിംഗ് എബിലിറ്റി ഉള്ളവരെ ബാധിക്കാനുള്ള രീതിയല്ല ഉദ്ദേശിച്ചത്. പൊതുവേ ഇത് ബാക്കായിട്ടുള്ളവർക്ക്, ഇപ്പം നമുക്കൊരു ഇൻഷുറൻസിൻ്റെ ഒരു കവറേജ് കാര്യങ്ങളെ അങ്ങനെ ഒരാൾ അവരെ ഓൺലൈനിൽ നിന്ന് ഒന്ന് ബന്ധപ്പെടണം, അവരൊന്ന് ടെലികമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ലാംഗ്വേജ് ചിലപ്പോൾ നമ്മുടെ മലയാളം എന്ന് പറഞ്ഞാൽ എത്രത്തോളം ചിലപ്പോൾ അത് കിട്ടുമോ എന്നുള്ളത് മറ്റൊരു വസ്തുത. അപ്പോൾ അങ്ങനെ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് ഈ ഒരു സംവിധാനം ഉപയോഗിക്കുമ്പോൾ അത് നന്നായിരിക്കുമെന്നാണ് എൻ്റെ ഒരു ഐഡിയ ഞാൻ നിങ്ങളായിട്ടൊന്ന് പങ്കുവെച്ചെന്നേ ഉള്ളൂ. താങ്ക് യു.